ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ചോറ്റാനിക്കരയിലാണ്. ഇവിടെ ആണെങ്കിൽ ഉത്സവ ടൈമാണല്ലോ, ചോറ്റാനിക്കര മകവും പൂരവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വ്ലോഗ് നിർത്തിയത് ഞങ്ങൾ കട്ടച്ചിറ പോകുന്നതാണ്. കട്ടച്ചിറ എന്ന് പറഞ്ഞാൽ ഈ ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററിനകത്തേ ഉണ്ടാകത്തുള്ളൂ. നടന്നു വരാനുള്ള ദൂരമൊക്കെ ഉള്ളൂ, 2 കിലോമീറ്റർ തന്നെ ഇല്ല. സോ അവിടം വരെയാണ് കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചത്. അപ്പോൾ ഇതാണ് കട്ടച്ചിറ. ഇവിടെ എന്ന് പറഞ്ഞാൽ കനാല്, വലിയൊരു തോട് പോലെയാണ്. നമുക്ക് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു ആ ടൈമിൽ. കാരണം എറണാകുളത്ത് പല സ്ഥലത്തായിട്ട് ആ സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ദിവസം ആണെങ്കിലൊക്കെ ഉണ്ടായിരുന്നു. ചോറ്റാനിക്കര എന്തായാലും വലിയ മഴയൊന്നും ആ ടൈമിൽ പെയ്തില്ല. അപ്പോൾ അമ്മയാണെങ്കിൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതായത് കുറേ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുവാണ്. ഇവിടെ ഒരു ബിൽഡിംഗ് അല്ല, ഒരു കുഞ്ഞിത് അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടിക കെട്ടിയ ഒരു കുഞ്ഞൊരു വീട് പോലെ, അതൊക്കെ ഇടിഞ്ഞു പോയായിരുന്നു കുറച്ച് നാൾ മുമ്പ്. അപ്പോൾ അതൊക്കെ പറയുവാണ്. പിന്നെ അതുമാത്രമല്ല, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അമ്മ വന്നതല്ലേ, അപ്പോൾ അന്നത്തെ അതും ഇപ്പോഴത്തെ തമ്മിൽ ഭയങ്കര വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പറയുവാണ്. ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എങ്ങാണ്ടാണ് അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തോ പറയണ്ടേ, നമ്മളിങ്ങനെ പാടത്തും ഇങ്ങനെ വലിയ കനാലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പാടവും കനാലൊക്കെ ഇങ്ങനെ, കനാലാണോ തോടാണോ എന്തായാലും അടുത്തിങ്ങനെ നിൽക്കുന്നത് നമ്മളങ്ങനെ അധികം സ്ഥലത്തൊന്നും നമ്മൾ പോവാറില്ലല്ലോ. അപ്പോൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നെ കാണുന്ന പോലൊന്നുമല്ല, നടുക്ക് ഭാഗത്തൊക്കെ ഇത് നല്ല ആഴം ഉണ്ടെന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് നീന്താനൊക്കെ അറിയാം, ഞങ്ങൾക്കങ്ങനെ നീന്താനൊന്നും അറിയത്തില്ല. അപ്പോൾ നടുക്ക് നല്ല ആഴം ഉണ്ടായിരുന്നു. അമ്മ എന്നോട് നടുക്ക് അവിടെ ആ പാലത്തിൽ ഡാൻസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ഞാൻ ഡാൻസ് ചെയ്യുന്ന അതിലോട്ട് മൈൻഡ് പോകുമ്പോൾ പറയാൻ പറ്റത്തില്ല, എങ്ങാനും വീണ് പോയാലോ. അമ്മയ്ക്ക് നീന്തൽ അറിയാം, എന്നാലും റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ കാണുമ്പോൾ എനിക്ക് അത്ര ആഴം ഉണ്ടായിട്ട് തോന്നിയില്ല. ഞാൻ ഭയങ്കര ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷെ എന്ത് പറയാൻ, അവിടെ ആഴമായിരുന്നു. പിന്നെ നമുക്ക് ഇറങ്ങാനുള്ള സൈഡൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഇറങ്ങിയില്ല, ഇറങ്ങി, വലുതായിട്ട് ഇറങ്ങിയില്ല, ജസ്റ്റ് ഒന്ന് നനയ്ക്കുന്ന പോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. എനിക്കങ്ങനെ എടുത്തിട്ടും വീഡിയോസ് മതിയാവുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളത്തിലാണേലും അതിന് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ട് അത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ എന്തിനാ ഇത്ര നല്ല ഭംഗിയുള്ള പാടമാണേലും തോടൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ അറിഞ്ഞ് വൃത്തികേടാക്കുന്നേ. അവിടെ വരുന്നവർ വെള്ളം കുടിച്ചിട്ടൊക്കെ ഇടുന്നതായിരിക്കും, അവർക്കൊക്കെ അത് കൊണ്ട് കളഞ്ഞുകൂടെ, എന്തിനാണ് ഇങ്ങനെ പ്രകൃതി നശിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ കളയാറൊന്നുമില്ല. നമ്മളിങ്ങനെ ഡിസ്പോസ് ചെയ്യുന്ന പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടാണ് ഇടാറുള്ളത്. ഡസ്റ്റ്ബിൻസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയാണ് ഇടാറുള്ളത്. കമ്മിങ് ടു ദ പോയിന്റ്, ഇവിടെ ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ അമ്മ ഇങ്ങനെ ഇറങ്ങി കാല് നനയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇറങ്ങാൻ തോന്നി. ഇതെന്താണെന്ന് വെച്ചാൽ, ഇറങ്ങുന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു, ഇറങ്ങി കഴിയുമ്പോൾ കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ വന്ന് ഭയങ്കര കൊത്തലായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ വോയിസ് ഇടണം എന്ന് വിചാരിച്ച, പിന്നെ ഞാൻ അത് വേണ്ടെന്ന് വെച്ച് ഓഫ് ചെയ്തിട്ടേക്കുവാണ്. കാരണം എനിക്കിങ്ങ് നല്ല പേടിയായിട്ട്, ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് അലറുന്ന, ഭയങ്കരമായിട്ടില്ലെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അല്ലാണ്ട് അലറുന്നത്. കാരണം നിങ്ങൾക്ക് ആ വീഡിയോ എൻ്റെ എക്സ്പ്രഷൻ കാണാൻ മനസ്സിലാവും. എനിക്കിങ്ങ് പേടിയായി, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുത്താം. എൻ്റെ കൂടെ സൈഡിൽ ഇതോ വരുന്നു, ഇപ്പോൾ വരും അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നു. കുറേ 1-2 പോയിട്ട് ഒത്തിരി മീൻ വന്നിങ്ങനെ കുത്തുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര പേടിയാണ്. നമ്മളിങ്ങനെ അങ്ങനെ ഇറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പോയപ്പോൾ എനിക്കൊരു സമാധാനമായി. അങ്ങനെ പിന്നെ അമ്മ ഈ വെള്ളത്തിലിറങ്ങി റീൽസ് ചെയ്യാൻ പറഞ്ഞു, എന്നോട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ നിൽക്കാൻ പോലും വയ്യ, അപ്പോഴല്ലേ അമ്മയുടെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ വലിയ തെറ്റിലൊന്നുമില്ല. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ തുണി അലക്കുന്ന ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം സോപ്പിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അധികം നേരം റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്ത മീൻ എപ്പോഴാണ് വരുന്ന നോക്കിക്കൊണ്ടിരിക്കുവാണ്. എനിക്കെന്തോ മീൻ ഇങ്ങനെ കൊത്തുമ്പോൾ ഭയങ്കര പേടിയാണ്. നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്ര പേടിക്കുന്നതെന്ന്. ഓരോരുത്തർക്കും ഓരോ പേടിയല്ലേ. നമുക്ക് വലിയ പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ വന്നിങ്ങനെ വെള്ളം, തോടോ കായലോ അങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പേടിയാവത്തില്ലേ, അത് തന്നെ, അത്രയേ ഉള്ളൂ. കുറേ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ പേടി മാറിയാനേ. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത ദിവസം പോയിരുന്നു. അന്നത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഇവിടെ ഇവിടെ ആണെങ്കിൽ നെൽകൃഷിയൊക്കെ ഉണ്ട്. അമ്മ പറഞ്ഞു നേരത്തെ ഇതിൽ കൂടെ നടന്നാൽ നമുക്ക് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റും എന്നാണ്. പക്ഷേ ഇപ്പം എന്തായാലും അങ്ങോട്ട് അത്രയൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ പകുതി വരെ ഞാനും അമ്മയൊന്ന് പോയി നോക്കി. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വെച്ച് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ തമ്മിലൊക്കെ ഇട്ടത് ആ ഫോട്ടോസാണ്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുത്തത് എന്നെ കാണിക്കുവാണ്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ വൈകിട്ട് 5 മണി ഒക്കെ ആയിരുന്നു.
സമയം പോയത് അറിഞ്ഞതേ ഇല്ല. വെയിലത്തായിരുന്നു വന്നതെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അടുത്ത ദിവസം ഞങ്ങൾ വൈകിട്ടാണ് വന്നത്. അപ്പോഴത്തേക്കും ഇവിടെ നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന ദിവസമാണെങ്കിൽ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ച് പോകുമ്പോൾ സങ്കടമായിരുന്നു, കാരണം നല്ല രസമായിരുന്നു അവിടെ. പിന്നെ അടുത്ത ദിവസം വരാമെന്നൊക്കെ പറഞ്ഞാണ് പോയത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ് പോകുന്നത്. ഭയങ്കര പച്ചപ്പും ഒക്കെ ആയതുകൊണ്ട് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോഴത്തേക്ക് ഇത് അവിടെ ഒരു ആമയെ കണ്ടു. അപ്പോൾ ആമേനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവിടെയും കൊണ്ട് പ്ലാസ്റ്റിക് കവറും അതും ഇതൊക്കെ കൊണ്ടിട്ടേക്കുവാണ്. കണ്ടോ, ഈ വരുന്ന വഴി മാത്രമാണ് കുറച്ച് പാട്. വീഡിയോ എടുത്തുകൊണ്ട് എടുക്കുന്നുണ്ട്, അല്ലേ കുഴപ്പമില്ല. പിന്നെ ഇത് മകം തൊഴാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണ്. ഇതൊന്നും അല്ല, ബാക്കിലോട്ട് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നാരങ്ങളും കുടിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോൾ കണ്ടപ്പോൾ വീഡിയോ എടുത്തതേ ഉള്ളൂ. ഭയങ്കര ക്യൂ ആയിരുന്നു. ഇപ്രാവശ്യം ഭയങ്കര തിരക്കായിരുന്നു. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒത്തിരി സിനിമാ നടന്മാരെയും നടിമാരെയൊക്കെ കാണാൻ പറ്റി. ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോഴാണ് മകം തുറൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വൈകിട്ടായപ്പോൾ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തൊന്നുമില്ലായിരുന്നു. എല്ലാവർക്കും ഒത്തിരി നേരം നിൽക്കണം എന്നുണ്ടായിരുന്നെങ്കിലും എല്ലാവരും നല്ലതായിട്ട് കയറി തൊഴാനൊക്കെ പറ്റി. മഴയൊന്നും വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ റോഡിലൊക്കെ ക്യൂ ആണ്. ഇപ്പം നിങ്ങൾ കണ്ടത് മിക്സഡ് ക്യൂ ആണ്. ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിയിലെ റൈറ്റ് സൈഡിൽ ലേഡീസ് ക്യൂ ആണ്. പോലീസൊക്കെ നിൽക്കുന്നത് കണ്ടോ. ഇത് അമ്പലത്തിന് തൊട്ട് ഫ്രണ്ടിലത്തെ ഭാഗമാണ്. ഇവിടെ റോഡിലൊക്കെ ആൾക്കാർ പേപ്പറൊക്കെ വിരിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇഷ്ടംപോലെ പേപ്പർ. അടുത്ത ദിവസമാണെങ്കിൽ ഒന്നും പറയണ്ട, നിറച്ചും ഇതേപോലെ പേപ്പറും വേസ്റ്റും ഒക്കെയാണ്. പക്ഷെ അവർ പെട്ടെന്നെല്ലാം ക്ലീൻ ചെയ്തു. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ എല്ലാം പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നടക്കാമെന്ന് വെച്ചതാ. ഇതൊക്കെ കണ്ടോ, മകം തൊഴാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ്. ഒരുപാട് പല ഒത്തിരി സ്ഥലത്ത് നിന്ന്, കേരളത്തിൽ നിന്നാണെങ്കിലും എല്ലായിടത്തു നിന്നും പല ജില്ലയിൽ നിന്നൊക്കെ വന്ന ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ സൈഡിൽ നിന്ന് സംഭാരം, ചായ, കാപ്പി വൈകിട്ട് അങ്ങനത്തെ ഉള്ളതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇങ്ങനെ ഫ്രീ ആയിട്ടാണ് ആൾക്കാരൊക്കെ സൈഡിൽ ഇങ്ങനെ കടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ചോറ്റാനിക്കരയിലെ ഗവൺമെൻറ് സ്കൂള്. ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഹയർ സെക്കൻഡറി ബിൽഡിങ്ങോ അങ്ങനെ എന്തോ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഗവൺമെൻറ് HSS ചോറ്റാനിക്കരയാണ്. ഇവിടെയാണ് കേട്ടോ അമ്മയും പഠിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചോറ്റാനിക്കരയായിരുന്നു താമസം എന്നിരുന്നെങ്കിൽ ഞാനും ആ സ്കൂളിലൊക്കെ ആയിരുന്നു പഠിക്കേണ്ടത്. ഞാനത് അമ്മയോട് പറയുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പോയ സ്ഥലത്തിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടുള്ള സ്ഥലം, അതായത് വേറെ റൂട്ടിൽ കൂടെയാണ് വരേണ്ടത്. ഞാൻ ആ വഴിയൊന്നും കാണിക്കുന്നില്ല. ഇവിടെ നമുക്കങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല, റോഡാണ്. 2 സൈഡിലും വയലാണെങ്കിലും നമുക്കങ്ങനെ ഇറങ്ങുന്ന ടൈപ്പ് അത്രയ്ക്ക് അതൊന്നുമില്ല. അപ്പുറത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ പക്ഷേ അങ്ങനെ അത്രയ്ക്ക് വൃത്തിയൊന്നും ഉള്ളതായിട്ട്, വൃത്തിയുണ്ട് പക്ഷെ അവിടെ വെള്ളം വരുന്ന ഭാഗത്തൊന്നും അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല. നമ്മളത് ഇപ്പം നേരെ കാണുന്ന അവിടെ ഒരു റോഡുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാവുന്നില്ല. അതിൻ്റെയും കുറേ ദൂരെയാണ് നമ്മൾ നേരത്തെ കണ്ട സ്ഥലം, കട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ ഒത്തിരി ദൂരെയാണ് ഇപ്പോൾ ഇപ്പുറത്തോട്ട് വന്നേക്കുന്നത്. പക്ഷെ നമുക്ക് അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ രണ്ടും ഈക്വൽ, പക്ഷെ രണ്ടും 2 ഡയറക്ഷനിൽ വരണമെന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നപ്പോഴേക്കും നല്ല മഴക്കാറായപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി തിരിച്ച് പോയില്ലെങ്കിൽ മഴ പണി തരുമെന്ന്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് റൂമിലോട്ട് വന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. സോ അതുവരേക്കും ബായ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം പ്ലീസ് ഡു സബ്സ്ക്രൈബ്.